ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൺഫ്യൂസിംഗ് ഫാക്ട്സ് പാർട്ട് 5. ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആശാപൂർണ ദേവി. കൃതി ഏതാണ്? പ്രഥം പ്രശസ്തി എന്നാണ് 1976. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ വനിത അമൃത പ്രീതു ആണ്. ലോകത്തിലെ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ഗോബി മരുഭൂമിയാണ്. ഗോബി മരുഭൂമി മംഗോളിയയിലെ ഗോബി മരുഭൂമി ലോകത്തിലെ തണുത്ത മരുഭൂമി. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്ന വിശേഷണം ആർക്കാണ്? ലഡാക്ക് ആണ്. ലഡാക്ക് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലഡാക്ക്. താഷ്കണ്ട് കരാർ ഒപ്പുവെച്ചത് 1966. ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും. ലാൽ ബഹദൂർ ശാസ്ത്രി, അയൂബ് ഖാൻ. ഷിംല കരാർ 1972 ബിറ്റ്വീൻ ഇന്ദിരാഗാന്ധി ആൻഡ് സുൽഫീഖർ അലി ഭൂട്ടോ. സുൽഫീഖർ അലി ഭൂട്ടോ. ഓക്കെ. മിൻഡോനെറ്റ് എന്നറിയപ്പെടുന്ന കായിക വിനോദം വോളിബോൾ ആണ്. മിൻഡോനെറ്റ് എന്നറിയപ്പെടുന്നത് വോളിബോൾ. പൂന ഗെയിം എന്നറിയപ്പെടുന്ന കായിക വിനോദം ഏതാണ്? ബാഡ്മിന്റൺ ആണ്. മിൻഡോനെറ്റ് വോളിബോൾ. പൂന ഗെയിം ബാഡ്മിന്റൺ. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക വിനോദം ടേബിൾ ടെന്നീസ്. ഓക്കെ. ലോകാരോഗ്യ സംഘടന WHO നിലവിൽ വന്നത് എന്ന്? 1948 ഏപ്രിൽ 7 ജനീവ. WHO നിലവിൽ വന്നത് 1948 1948 ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം. ഓക്കെ. ഏപ്രിൽ 7 ഏപ്രിൽ 7 ജനീവ. WHO. ലോക വ്യാപാര സംഘടന WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1948 ജനുവരി 1 ന്യൂ ഇയറിന് അന്ന് തന്നെ. ജനീവ. WTO 1948 ജനുവരി 1 ജനീവ. WHO 1948 ഏപ്രിൽ 7. ആദ്യകാല നാമം എന്താണ്? ഘാട്ടാണ്. WTOയുടെ ആദ്യകാല നാമം ഘാട്ട്. WTO ആയ വർഷം 1955 ജനുവരി 1. ഘാട്ട് ഏതാണ്? നാഗ്പൂർ ആണ്. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം നാഗ്പൂർ. ഇന്ത്യയുടെ മുന്തിരി നഗരം നാസിക്. ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം നാഗ്പൂർ. ഇന്ത്യയുടെ മുന്തിരി നഗരം നാസിക്. ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാത്കരണം നടന്ന വർഷം 1969 ജൂലൈ 19. 14 ബാങ്കുകളാണ് നാഷണലൈസ്ഡ് ആക്കിയത്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാത്കരണം നടന്ന വർഷം 1969 ജൂലൈ 19. 14 ബാങ്കുകൾ. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാത്കരണം നടന്ന വർഷം 1980 ഏപ്രിൽ 15. 1980 ഏപ്രിൽ 15. 6 ബാങ്കുകളാണ്. രണ്ടു ഘട്ട ബാങ്ക് ദേശസാത്കരണം നടത്തിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാത്കരണം 1969 ജൂലൈ 19. 14 ബാങ്കുകൾ. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാത്കരണം 1980 ഏപ്രിൽ 15. 6 ബാങ്കുകൾ. ഓക്കെ. ഇവ രണ്ടും നടപ്പിലാക്കിയത് ഇന്ദിരാഗാന്ധി. ഓക്കെ. ഹരിത വിപ്ലവം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി, മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 5 ഇയർ പ്ലാന് മൂന്നാം 5 ഇയർ പ്ലാൻ ആണ്. 1961-66. ധവള വിപ്ലവം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 4ാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ് വർഷം തന്നെ ധവള വിപ്ലവം. ആദ്യം നടന്നത് ഹരിത വിപ്ലവം, പിന്നെയാണ് ധവള വിപ്ലവം. 1969-74. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എവിടെയാണ്? അതിന്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് ആസ്ഥാനം ഡെറാഡൂൺ. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. പുഷ്പിക്കലിന് സഹായിക്കുന്ന സസ്യ ഹോർമോണ് ഫ്ലോറിജൻ ഫലങ്ങൾ. പാകമാകാൻ സഹായിക്കുന്ന സസ്യ ഹോർമോണ് എത്തിലീൻ. പുഷ്പിക്കലിന് സഹായിക്കുന്ന സസ്യ ഹോർമോണ് ഫ്ലോറിജൻ. ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ എത്തിലീൻ. ഓർണിത്തോളജിയുടെ പിതാവ് അരിസ്റ്റോട്ടിൽ ആണ്. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എയോ ഹ്യൂം. ഓർണിത്തോളജിയുടെ പിതാവ്
അരിസ്റ്റോട്ടിൽ. ലോകത്ത് ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? അമേരിക്കയിലാണ് 1981. ലോകത്ത് ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് അമേരിക്ക 1981. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. ചെന്നൈ 1986. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ്, അതായത് ലോകത്ത് അമേരിക്കയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 1981 അമേരിക്കയിൽ. അത് കഴിഞ്ഞ് 5 വർഷത്തിനുള്ളിൽ തന്നെ ചെന്നൈയിൽ 1986 ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട, തിരുവല്ല 1987. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട, തിരുവല്ല 1987. ബേക്കിംഗ് സോഡ, അപ്പക്കാരം രാസപരമായി അറിയപ്പെടുന്നത് സോഡിയം ബൈകാർബണേറ്റ്. അലക്കുകാരം അറിയപ്പെടുന്നത് സോഡിയം കാർബണേറ്റ്. ബേക്കിംഗ് സോഡ ബേക്കിംഗ് അല്ലേ, സോഡിയം ബൈ വരും, ബൈകാർബണേറ്റ്. അലക്കുകാരം സാധാ വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ്. ന്യൂട്രോണുകളില്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയം ആണ്, പ്രോട്ടിയം. ന്യൂട്രോണുകളില്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയം. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം ആണ്, ഡ്യൂട്ടീരിയം. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം. 2 ന്യൂട്രോണുകളുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ട്രീഷ്യം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ട്രീഷ്യം ആണ്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ട്രീഷ്യം. UGC ഉദ്ഘാടനം ചെയ്തത് എന്ന്? 1953 ഡിസംബർ 28. UGC ഉദ്ഘാടനം ചെയ്തത് 1953 ഡിസംബർ 28. മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് 1953 ഡിസംബർ 28. UGCക്ക് നിയമപ്രാബല്യം കിട്ടിയത് എന്ന്? 1956. അതായത് നിലവിൽ വന്നതിന് 3 വർഷത്തിന് ശേഷം UGCക്ക് നിയമപ്രാബല്യം കിട്ടിയത് 1956. UGCയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ്. UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖം ജവഹർലാൽ നെഹ്റു നവശേവ തുറമുഖം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖം ജവഹർലാൽ നെഹ്റു നവശേവ തുറമുഖം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഏതൊക്കെയാണ്? ചെന്നൈ, തൂത്തുക്കുടി, എണ്ണൂർ. 3 തുറമുഖങ്ങളുണ്ട് തമിഴ്നാടിന്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ ആരാണ്? പി രാജഗോപാലാചാരിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാരി. 1910 സെപ്റ്റംബർ 26. 1910 സെപ്റ്റംബർ 26 നാട് കടത്തിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാരിയാണ്. 1910 സെപ്റ്റംബർ 26. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ്. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? BR അംബേദ്കർ ആണ് ആധുനിക ബുദ്ധൻ. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യർ. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് വാസുബന്ധു. രണ്ടാം ബുദ്ധൻ എന്ന് G ശങ്കരക്കുറുപ്പ് വിളിച്ചത് ആരെയാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ. രണ്ടാം ബുദ്ധൻ എന്ന് G ശങ്കരക്കുറുപ്പ് വിളിച്ചത് ആരെയാണ്? ശ്രീനാരായണ ഗുരു. ഗുരുമോക്ഷ പ്രദീപഖണ്ഡനം എന്ന കൃതി ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ഗുരുമോക്ഷ പ്രദീപഖണ്ഡനം ചട്ടമ്പി സ്വാമികൾ. മോക്ഷപ്രദീപം എന്ന കൃതി ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി. കേരളത്തിലെ ഒരേ ഒരു ക്രിസ്ത്യൻ രാജവംശം വില്യാർ വട്ടം. കേരളത്തിലെ ഒരേ ഒരു ക്രിസ്ത്യൻ രാജവംശം വില്യാർ വട്ടം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറക്കൽ രാജവംശം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറക്കൽ രാജവംശം. Thank you so much for listening me. We'll see you in next video. Bye.